ഏറ്റവും കൂടുതൽ ബോഡി ഷെയ്മിങ് അനുഭവിക്കുന്ന ഒരു കാറ്റഗറിയാണ് വെയിറ്റ് കൂടുന്നവർ, കൂടുതൽ ഉള്ളവർ, അതായത് ഒബേസ്, ഓവർ വെയിറ്റ് കാറ്റഗറി പെടുന്നവർ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭക്ഷണം അമിതമായി കഴിച്ചു എന്ന് വെച്ചിട്ട് മാത്രമല്ല കേട്ടോ വെയിറ്റ് കൂടുന്നത്. ഹോർമോൺസിന്റെ ഇംബാലൻസ് ഉണ്ടാകുമ്പോൾ വെയിറ്റ് കൂടും. ആഫ്റ്റർ ഡെലിവറി വെയിറ്റ് കൂടാറുണ്ട്. പിന്നെ അതുപോലെ PCOD ഉള്ളവർ, വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഉള്ളവർ, ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർക്കൊക്കെ വെയിറ്റ് കൂടാം. ചില അസുഖങ്ങളുടെ ഭാഗമായിട്ട് ചിലർ സ്റ്റീറോയിഡ്സ് എടുക്കും, അങ്ങനെയുള്ളവർക്കൊക്കെ വെയിറ്റ് കൂടാറുണ്ട്. മെനപ്പോസിന്റെ ടൈമിൽ വെയിറ്റ് കൂടാറുണ്ട്. മെയിനായിട്ട് ഈ ലേഡീസിനാണ് കൂടുതലും വെയിറ്റ് കൂടുതൽ കണ്ടുവരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ബോഡിയാണ് ഫിസിയോളജിക്കൽ ചേഞ്ചസിലൂടെ കടന്നു വരുന്നത്. മെയിൽസ് എന്ന് പറയുമ്പോൾ അങ്ങനല്ല, അവർ ജനിക്കുമ്പോൾ തൊട്ട് മരണം വരെ അവരുടെ ബോഡിയിൽ വലിയ മാറ്റങ്ങൾ വരുന്നില്ല. അല്ലെങ്കിൽ അസുഖം ഉണ്ടായുള്ള മാറ്റങ്ങൾ മാത്രമേ വരുന്നുള്ളൂ, അല്ലാതെ ഫിസിയോളജിക്കലി ഒരു ചേഞ്ചസിൽ കൂടെ അവരുടെ ബോഡി കടന്നു പോകുന്നില്ല. പക്ഷെ ലേഡീസ് അങ്ങനല്ല. എൻ്റെ അടുത്ത് വന്ന ക്ലയൻറ്റ് പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ ഞാൻ ഓർക്കുന്നത്. എനിക്ക് വെയിറ്റ് കൂടുതലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മാഡം, പക്ഷെ മറ്റുള്ളവരത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. സത്യമല്ലേ? നമുക്ക് എന്തൊക്കെ കുറവുകളുണ്ട് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. മറ്റുള്ളവരത് പറയുമ്പോൾ അവരുടെ ഉദ്ദേശം എന്താ? നമ്മളൊന്ന് ഹേർട്ട് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറൊന്നും അതിൽ പെടുന്നില്ല കേട്ടോ. അപ്പോൾ മുന്നോട്ട് ധൈര്യമായിട്ട് പോവുക. ഈ കണ്ടീഷൻ, ഞാൻ പറഞ്ഞ കണ്ടീഷനൊന്നും ഇല്ലാത്തവർക്ക് വെയിറ്റ് ഈസി ആയിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഡയറ്റും വർക്കൗട്ടും ചെയ്താൽ മതിയാവും. താങ്ക് യു.